Friends, welcome to Commerce Bytes. So, let's start our topic. Advanced Organizer Model, which was done by David P. Osbel. This question will be sure in this exam because, for example, നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് വന്നത് കുറച്ച് 3 to 4 മോഡൽസ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ടാവും, റൈറ്റ് സൈഡിൽ അത് ചെയ്തിരിക്കുന്ന ഓതേഴ്സിനെയും തന്നിട്ടുണ്ടാവും, അത് ഡിറൈവ് ചെയ്ത അതിൻ്റെ ഫാദറിനെയും തന്നിട്ടുണ്ടാവും. സോ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും കൂടുതൽ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വന്നെ. ഈവൻ ദോ നമ്മൾ വാട്ട് ഈസ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ യുവർ ഫ്യൂച്ചർ ഓൾസോ. ഓക്കെ, Advanced Organizer Model helps the teacher present information so that the students will better understand and remember it. So, ഇത്രേ ഉള്ളൂ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു പ്രസൻറ്റ് ദ ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷന് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ആൻഡ് റിമെമ്പർ ഇറ്റ്. ടീച്ചർ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും, അവരുടെ മൈൻഡിൽ അത് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ the advanced organizer model helps the teacher present information so that the students will be better understand and remember it. ഇത് ഒരു ടൂളാണ്, ടൂൾ ടു ഇൻട്രൊഡ്യൂസ് ദ ലെസൺ ടോപ്പിക് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് ദ സ്റ്റുഡൻസ് ആർ അബൌട്ട് ടു ലേൺ ആൻഡ് വാട്ട് ദേ ഹാവ് ഓൾറെഡി ലേൺഡ്. ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി സ്റ്റുഡൻസിന് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ടൈമിൽ ആ കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ബ്രീഫ് സ്റ്റഡി കൊടുത്തിട്ട് ആ സ്റ്റുഡൻസിന് എന്താണോ അറിയുന്നത് എന്ന് നോക്കിയിട്ട് അത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ കണക്ട് ചെയ്ത് ഈ പുതിയ നോളജ് അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ്. സോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഹെൽപ്സ് ദ ടീച്ചർ പ്രസൻറ്റ് ഇൻഫർമേഷൻ സോ ദാറ്റ് ദ സ്റ്റുഡൻസ് വിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ ഇറ്റ്. ഇത് മാത്രം അതിലോർത്താൽ മതി. I hope it's clear to you. Advanced Organizer Model done by David B. Osbel. Okay. Next one is instruction scaffolding. Instructional scaffolding means that a teacher adds support for the students in order to enhance the learning and aid in mastery of the task. ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീച്ചിങ് എയ്ഡിനെയാണ് ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ആഡ്സ് ദ സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻറ്റ്. കുറച്ചുകൂടെ കൂടുതൽ അവർക്ക് മനസ്സിലാവും, അതിന് ഒരു കൂടുതൽ സപ്പോർട്ടും കൂടിയാണ്. വിച്ച് എൻഹാൻസ് ദ ലേണിംഗ്. അത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് കപ്പാസിറ്റീനെയാണ്. The teacher does this by systematically building on students' experience and knowledge as they are learning new skill. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യും. നമ്മൾ ആദ്യം അതിനെപ്പറ്റി ഒരു മാം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് അവരുടെ മെമ്മറിയിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യണം. ഇറ്റ് വിൽ ബി മോർ ഈസിയർ ടു സ്റ്റഡി ത്രൂ ദീസ് ഡൂയിങ്. പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. Example, giving the students chart labeled with the relevant variables prior to the science experiments. ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് എക്സ്പെരിമെൻറ്റ്സിന് മുന്നേ നമ്മൾ ആ ഒരു ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ ദ സ്റ്റുഡൻസ് ഫ്രം ദ point of view of students. Okay. Next one is reciprocal teaching. It is a dialogue between the teacher and the students regarding the segments of text for the purpose of constructing meaning of the text. For example, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വിളിച്ചിട്ട് read that para. Then I will be explaining. So at the time when he is reading the text, he will be going into that para and he will be having some thought process. What I am reading, what is the meaning of the para which I am reading. So reciprocal teaching എന്ന് പറയുമ്പോൾ it is a dialogue between the teacher and the student regarding the segments of the test for purpose of constructing meaning of the test.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിന് 4 സ്ട്രാറ്റജീസാണ് ഉള്ളത്: സമ്മറൈസിങ്, ക്വസ്റ്റ്യൻ ജനറേറ്റിംഗ്, ക്ലാരിഫയിങ് ആൻഡ് പ്രിഡിക്റ്റിംഗ്. സോ വിച്ച് വൺ ഓഫ് ദ ടീച്ചിങ് വിൽ ബി ഹാവിങ് 4 സ്ട്രാറ്റജീസ് may be the question. Otherwise summarizing is എന്താണ് which teaching is having the summarizing as its strategy. അതുപോലെ ഈ 4 പോയിൻറ്റ്സിൻ്റെയും ക്വസ്റ്റ്യൻ ഉൾട്ട ചോദിക്കാം. ഇത് ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ്ങിൻ്റെക്ക് വരും ഈ സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ, the next one is avoidance learning. Avoidance learning is same as escape. This is a process by which individual learns a behavior to avoid the stress or unpleasant situation or to remove or avoid the situation. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് അവോയ്ഡൻസ് ലേണിംഗ്. സിമ്പിൾ. ഓക്കെ, ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ. അവോയ്ഡൻസ്, അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു ലേണിംഗ് ആണ് അവോയ്ഡൻസ് ലേണിംഗ്. അണ്ടർസ്റ്റുഡ്? The next topic is instructional design. Instructional design is nothing but it is the experiences which makes the acquisition of knowledge and the skill more efficient and effective. This ensures the quality of instruction. The next point is entire process of analysis of learning needs and goals and the development of the delivery system to meet those needs. നമ്മുടെ ടീച്ചിങ് രീതികളിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ടാവും. എന്ത് ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് ഒരു കോഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഓരോ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ടാവും. നമ്മൾ പഠിക്കേണ്ട സിലബസ് ഉണ്ടാവും. ഇപ്പോൾ BCom എടുക്കുകയാണെന്ന് വിചാരിക്കൂ. ആ BComൽ നമ്മൾ പഠിക്കേണ്ട സിലബസ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ്, നമ്മൾ ചെയ്യേണ്ട സെമിനാർസ്, നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഓരോ വർക്ക്ഷോപ്സ്, അങ്ങനെ കുറേ ഓരോ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിളായിട്ടാണ് ഈ BCom എടുത്തത്. അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഓരോ പാർട്സും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷണൽ എക്സ്പീരിയൻസസ് വിച്ച് മേക്ക് അക്വിസിഷൻ ഓഫ് നോളജ്, ഞാൻ പറഞ്ഞു സിലബസ്, ആൻഡ് ദ സ്കിൽസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ്. നമ്മൾക്ക് കൂടുതൽ അത് എഫിഷ്യൻ്റ് ആവുന്നതും എഫക്റ്റീവ് ആവുന്നതും എങ്ങനത്തെയുള്ള സ്കില്ലുകളാണ്, നമ്മളത് അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൽ പറയുന്നത്. പിന്നെ ദിസ് എൻഷ്യൂർസ് ദ ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ. നല്ല ഒരു ക്വാളിറ്റി അവരെന്തായാലും നമുക്ക് എൻഷ്യൂർ ചെയ്യും. ദ എൻറ്റയർ പ്രോസസ് ഓഫ് അനാലിസിസ് ഓഫ് ലേണിംഗ് നീഡ്സ് ആൻഡ് ഗോൾസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെലിവറി സിസ്റ്റം ടു മീറ്റ് ദ നീഡ്സ്. അവർ ഫസ്റ്റ് തന്നെ ഒരു നീഡ്സ് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ പ്രോസസ്സ് ആ നീഡ്സും ഗോൾസും അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇൻസ്ട്രക്ഷണൽ എക്സ്പീരിയൻസസ് വിച്ച് മേക്സ് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ്. അതായിരിക്കും മേ ബി ദ ക്വസ്റ്റ്യൻ. സോ ഐ ഹാവ് എ കീവേഡ്. ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ഒരു സൈഡിലും ഒരു കീവേഡോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇത് ഒരു KKPP ആണ്, കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു ടിപ്പാണ്. അത് എത്രത്തോളം റിലയബിൾ ആണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല, ഈവൻ ദോ, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നോക്കി, ഇൻസ്ട്രക്ഷണൽ എക്സ്പീരിയൻസസ് വിച്ച് മേക്സ് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽ മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ്. ആ ഒരു സെൻറ്റൻസിൽ ഇൻസ്ട്രക്ഷണൽ എന്നൊരു വാക്ക് ഉണ്ടോ? പിന്നെ വേറൊരു കാര്യം, നോളജും ഉണ്ട്, പിന്നെ സ്കില്ലും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്നുള്ള ഒരു ആൻസർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. കാരണം ദ വേർഡ് ഞാൻ പറഞ്ഞു, ഇത് ഒരു ടെക്നിക്ക് ജസ്റ്റ് ഫോർ അറ്റൻഡിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ബോണസ് ടിപ്പ് മാത്രമാണ്. അല്ലാതെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് പഠിക്കരുത്.
ഓക്കെ എൻ്റെ കയ്യിൽ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സെറ്റ് പാസ്സാവും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് എങ്ങാനും എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്കൊരു ആൻസർ ഡൗട്ട് വന്നു, ഇല്ലെങ്കിൽ അയ്യോ ഇതെന്ത് ചെയ്യും എനിക്കറിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് ഓൾ. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ടേക്ക് കെയർ. ബി സേഫ് ആൻഡ് go on through your studies. Work hard.